Good afternoon, students. In the previous class, we were discussing about Kerala Cooperative Societies Act 1969 and its features and the difference between Kerala Cooperative Societies Act and the earlier acts. Today, we are going to discussing about Model Cooperative Societies Act 1991. In the year 1991, the Planning Commission constituted a committee under the chairmanship of Chaudhary Brahm Prakash to prepare a Model Cooperative Act. The approach of the Model Act is to give a genuine character to cooperatives and to build up an integrated cooperative structure, which is more responsible and to minimize government control and political interferences. Then this act is also known as Brahm Prakash Committee Model. അതായത് 1991 പ്ലാനിംഗ് കമ്മീഷൻ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആരുടെ ചെയർമാൻഷിപ്പിൽ? അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ചൗധരി ബ്രാം പ്രകാശ്. എന്തിനു വേണ്ടിയായിരുന്നു? ടു പ്രിപ്പയർ എ മോഡൽ കോപ്പറേറ്റീവ് ആക്ട്. അങ്ങനെ 1991 ചൗധരി കമ്മീഷൻ ഒരു മോഡൽ കോപ്പറേറ്റീവ് ആക്ട് പ്രിപ്പയർ ചെയ്തു. ആ ഒരു മോഡൽ കോപ്പറേറ്റീവ് ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരു ജെന്യൂയിൻ ക്യാരക്ടർ കൊടുക്കുകയും അതിന് ശരിയായ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുകയും ചെയ്തത് ഈ പറയുന്ന മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്ട്രക്ചർ, ഇൻ്റഗ്രേറ്റഡ് സ്ട്രക്ചർ ഉണ്ടാക്കുകയും അതിനൊരു ജെന്യൂയിൻ ക്യാരക്ടർ കൊടുക്കുകയും ചെയ്ത ആക്റ്റാണ് മോഡൽ ആക്ട്. ഈ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെയാണ് അവരുടെ എല്ലാ ആക്ടിവിറ്റിയിലും മോർ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് മിനിമൈസ് ദ ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ആക്ടിവിറ്റീസിൽ ഗവൺമെൻറ്റിനോ അതേപോലെയുള്ള മറ്റുള്ള പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിനോ സ്ഥാനം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ കുറവായിരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെയായിരുന്നു അവരുടെ ആക്ടിവിറ്റീസിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആയിരുന്നത്. ദെൻ ദിസ് ആക്ട് ഈസ് ഓൾസോ നോൺ ആസ് Brahm Prakash Committee Model. Then features of Model Cooperatives Act. The special features of Model Cooperatives Act are: first one, cooperative principles. State policy on cooperatives and principles of cooperation were stated in the beginning of the Model Act as a guide to the remaining provisions of the Act. അതായത് ഈ മോഡൽ ആക്ടിൻ്റെ ബിഗിനിങ്ങിൽ സ്റ്റേറ്റ് പോളിസി ഓൺ കോപ്പറേറ്റീവ്സ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചുള്ള സ്റ്റേറ്റ് പോളിസിയും അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളും സ്റ്റേറ്റ് പോളിസി ഓൺ കോപ്പറേറ്റീവ്സും ഈ മോഡൽ ആക്ടിൻ്റെ ബിഗിനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആസ് എ ഗൈഡ് ടു ദ റിമൈനിങ് പ്രൊവിഷൻ ഓഫ് ദി മോഡൽ ആക്ട്. മോഡൽ ആക്ടിൽ വരുന്ന ബാക്കിയുള്ള പ്രൊവിഷന് ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റായിട്ട് ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും സ്റ്റേറ്റ് പോളിസി ഓൺ കോപ്പറേറ്റീവ്സും എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും സ്റ്റേറ്റ് പോളിസി ഓൺ കോപ്പറേറ്റീവ്സിൻ്റെയും പ്രൊവിഷൻസ് നോക്കിയിട്ടായിരുന്നു ബാക്കിയുള്ള പ്രൊവിഷൻസ് മോഡൽ ആക്റ്റിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, രജിസ്ട്രേഷൻ പ്രൊസീജിയർ. Procedure for registration of a new cooperative society was simplified and all artificial restriction by way of area of operation, economic viability etc. were removed. അതായത് ഈ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തു. അതേപോലെ അതുവരെ ഒരുപാട് ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇത്രയായിരിക്കണം, അതിന് ഇത്രത്തോളം എക്കണോമിക്കലി അത് വയബിൾ ആയിരിക്കണം, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. നെക്സ്റ്റ് വൺ, റൂൾ മേക്കിംഗ്. The Model Act gave no rule-making power to the government. The law laid down the broad parameters necessary to be observed by the cooperatives and left all other matters relating to the constitution, management and business of the society to be conducted in accordance with its bylaws. അടുത്ത് പറയുന്നത് ഈ മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് ഗവൺമെൻറ്റിന് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മേൽ റൂൾ ഉണ്ടാക്കാനുള്ള പവർ എടുത്തു കളഞ്ഞു. അതായത് ഈ ആക്ട് പ്രകാരം ഗവൺമെൻറ്റിന്
കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി റൂൾ ഉണ്ടാക്കാനുള്ള പവർ ഉണ്ടായിരുന്നില്ല. ഈ ആക്റ്റിൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അത്യാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മോഡൽ കോപ്പറേറ്റീവ് ആക്റ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൊസൈറ്റിക്ക് അവരുടെ ബൈലോ വെച്ച് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, നടപ്പാക്കാവുന്നതാണ്. Then next one, powers of registrar. The Model Act gave no power to the registrar or the government to issue order for any of the following in a cooperatives. അതായത് ഈ ആക്ട് പ്രകാരം രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ താഴെ പറയുന്ന ഒന്നിലും ഓർഡർ കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, പവർ ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സൂപ്പർ സെഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുക, സൂപ്പർസെഡ് ചെയ്യുക. കമ്പൽസറി അമാൽഗമേഷൻ ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റിയെ കമ്പൽസറി ആയിട്ട് അമാൽഗമേറ്റ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഉള്ള അധികാരം രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ഉണ്ടായിരുന്നില്ല. കമ്പൽസറി അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ്, അധികം ഡയറക്റ്റീവ്സ് ഒന്നും ഇഷ്യൂ ചെയ്യാനുള്ള പവർ രജിസ്ട്രാർക്കും ഗവൺമെൻറ്റിനും ഉണ്ടായിരുന്നില്ല. അതായത് ഇതിങ്ങനെ പറയാൻ കാരണം 1969 ആക്റ്റിൽ രജിസ്ട്രാർക്ക് ഗവൺമെൻറ്റിന് ഈ പറയുന്ന പവറുകളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ രജിസ്ട്രാർക്കും ഗവൺമെൻറ്റിനും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സൂപ്പർസെഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. കമ്പൽസറി അമാൽഗമേഷനുള്ള പവറുണ്ട്, കമ്പൽസറി അമെൻമെൻറ്റിനുള്ള പവറുണ്ട്, ഡയറക്റ്റീവ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പവറുണ്ട്. പക്ഷേ 1991 ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡൽ കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം ഈ പവറുകളൊന്നും രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ഇല്ല. ദെൻ ഫിഫ്ത്ത് വൺ, ഫെഡറേഷൻ. Cooperative federations were to assume greater responsibility toward the member cooperatives and in particular to ensure regular conduct of election to the board of management and timely conduct of annual audit of accounts. അതായത് മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് ഫെഡറേഷൻസ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി സൊസൈറ്റി എല്ലാം ഫെഡറേറ്റ് ചെയ്തുകൊണ്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് സെൻട്രൽ സൊസൈറ്റി ഉണ്ടാക്കും, സെൻട്രൽ സൊസൈറ്റി എല്ലാം അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് സൊസൈറ്റി ഉണ്ടാക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫെഡറേഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് സൊസൈറ്റി ഒരു ഫെഡറേഷനാണ്, സെൻട്രൽ സൊസൈറ്റി ഒരു ഫെഡറേഷനാണ്. അതായത് പ്രൈമറി സൊസൈറ്റികളുടെ ഫെഡറേഷനാണ് സെൻട്രൽ സൊസൈറ്റികളുടെ ഫെഡറേഷനാണ് സ്റ്റേറ്റ് സൊസൈറ്റി. ഇങ്ങനെയുള്ള ഫെഡറേഷനുകളാണ് മെമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ മെമ്പർ സൊസൈറ്റികളിൽ റെഗുലറായിട്ട് ഇലക്ഷൻ നടത്തേണ്ടതും ആനുവൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടതിൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ പറയുന്ന ഫെഡറേഷനാണ്. Then next one, role of registrar. Under the Model Act, the role of registrar had been confined to registration and liquidation of cooperative society, conduct of enquiry, and in case of default to conduct election, audit and convene general body meeting. ഈ ഒരു മോഡൽ ആക്ട് പ്രകാരം രജിസ്ട്രാറുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യുക, കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലിക്വിഡേഷൻ പ്രൊസീജിയർ നോക്കി നടത്തുക, അതേപോലെ തന്നെ എൻക്വയറി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാണെങ്കിൽ അതിൽ എൻക്വയറി കണ്ടക്ട് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു എലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടതും ഓഡിറ്റ് നടത്തേണ്ടതൊക്കെ ഫെഡറേഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഫെഡറേഷൻസ് അതിലെന്തെങ്കിലും ഡീഫാൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ഡീഫാൾട്ട് ഓഫ് ഫെഡറേഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ, ഓഡിറ്റ് ആൻഡ് ടു കൺവീൻ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് രജിസ്ട്രാറുടെ പവർ. ഒന്നുമില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക, ലിക്വിഡേഷൻ പ്രൊസീജിയർ എടുക്കുക, എൻക്വയറി കണ്ടക്ട് ചെയ്യുക, ഫെഡറേഷൻസ് എലക്ഷൻ കണ്ടക്ട് ചെയ്യാനോ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനോ ഡീഫാൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ചെയ്യുക എന്നുള്ളതാണ് രജിസ്ട്രാറുടെ റോൾ. ദെൻ നെക്സ്റ്റ്, പ്രൊഹിബിഷൻ. The Model Act prohibited cooperatives from accepting funds from the government by way of equity. ഈ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നും ഇക്വിറ്റി ആയിട്ട് എന്ത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു? ഫണ്ട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അതായത് ഗവൺമെൻറ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യാൻ പാടില്ല? സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഒബ്ലിഗേഷൻ ഓൺ മെമ്പേഴ്സ്. To ensure the character of cooperatives as a member user organization, special obligation had been imposed on members. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഒരു മെമ്പർ യൂസർ ഓർഗനൈസേഷൻ ആണെന്നാണ് പറയുന്നത്. ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെമ്പേഴ്സിൻ്റെ മേൽ ഒരുപാട് ഒബ്ലിഗേഷൻസ് എന്ത് ചെയ്തിരുന്നു? ഈ ആക്ട് ഇമ്പോസ് ചെയ്തിരുന്നു. ദെൻ ഡയറക്ടർ ബോർഡ്.
Board of Directors had been made accountable for timely conduct of election, regular convening of meeting of the managing committee and general body meeting, and for the participation therein and for the timely conduct of the audit of the books of accounts. ഇനി എന്തൊക്കെയായിരുന്നു ഈ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ജോലികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈംലി ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, മാനേജിങ് കമ്മിറ്റിയുടെയും ജനറൽ ബോഡി മീറ്റിങ്ങും കൺവീൻ ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞു ഫെഡറേഷനാണ് ഇതിന് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും ഡയറക്ടർ ബോർഡുകളാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഇലക്ഷനും ഓഡിറ്റും ജനറൽ ബോഡി മീറ്റിംഗ് അതൊക്കെ ചെയ്യേണ്ടത് ഡയറക്ടർ ബോർഡാണ്. അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഫെഡറേഷൻ്റെയും ഡ്യൂട്ടി. ദെൻ നെക്സ്റ്റ് വൺ prohibition of officers. Model Act prohibited officers of government to work in a cooperatives. Model Act പ്രകാരം ഗവൺമെൻറ് ജോലിക്കാർക്ക് ഏതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കോപ്പറേറ്റീവ്സിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ ട്രിബ്യൂണൽ. The Model Act provide for the constitution of cooperative tribunal for the settlement of dispute, including appeal on matters relating to constitution, management and business of cooperatives, and to take cognizance of any offence under the act. Okay, ഈ മോഡൽ ആക്ട് പ്രകാരം മോഡൽ ആക്ട് പ്രൊവൈഡ് ഫോർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഏതിലുണ്ടായിരുന്നു, ഈ പറയുന്ന മോഡൽ ആക്റ്റിലുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിബ്യൂണൽ ഫോം ചെയ്യുന്നത്? ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ്? ഇൻക്ലൂഡിങ് അപ്പീൽ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലോ മാനേജ്മെൻറ്റിലോ ബിസിനസ്സിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കോപ്പറേറ്റീവ് ട്രിബ്യൂണലുകൾ ഫോം ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ്. അതായത് 1991 മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദെൻ അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രണ്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്തു. ഗവൺമെൻറ്റിന് റൂൾ മേക്കിംഗ് പവർ ഉണ്ടായിരുന്നില്ല. രജിസ്ട്രാറുടെയും ഗവൺമെൻറ്റിൻ്റെയും പവർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നു. ദെൻ ഫെഡറേഷൻ ആയിരുന്നു മെമ്പർ സൊസൈറ്റികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. രജിസ്ട്രാർ റോൾ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആൻഡ് ലിക്വിഡേഷൻ, പിന്നെ എൻക്വയറി കണ്ടക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. ദെൻ ഗവൺമെൻറ്റിന് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇക്വിറ്റി ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. മെമ്പേഴ്സിന് കൂടുതൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടതും മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു. ദെൻ ഗവൺമെൻറ് ഓഫീസേഴ്സിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് 1991 മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ്. ഓക്കെ, താങ്ക് യു.